ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂലി നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്ന പതിവ് തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂലി നൽകാതെ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്ന പതിവ് തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം റാണി ഗൗരി പാർവതിബായി. ഉത്തരം റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാജകുമാരി ഭരണി തിരുനാളിൻ്റെ മകളായി 1802 മഹാറാണി ഗൗരി പാർവതിബായി ജനിച്ചു. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാജകുമാരി ഭരണി തിരുനാളിൻ്റെ മകളായിട്ട് 1802 മഹാറാണി ഗൗരി പാർവതിബായി ജനിച്ചത്. അടുത്തത്, തിരുവിതാംകൂറിലെ മഹാറാണിമാരെ ആറ്റിങ്ങൽ മഹാറാണിമാർ എന്നാണ് വിളിച്ചിരുന്നത്. തിരുവിതാംകൂറിലെ മഹാറാണിമാരെ ആറ്റിങ്ങൽ മഹാറാണിമാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ മഹാറാണിമാരെ എന്താണ് വിളിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ മഹാറാണിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ജാതിയുടെയും പദവിയുടെയും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയാനുള്ള അനുവാദം ലഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി പാർവതിബായിയുടെ ഭരണകാലത്താണ് ജാതിയുടെയും പദവിയുടെയും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയാനുള്ള അനുവാദം ലഭിച്ചത്. ഇവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്? 1815 മുതൽ 1829 വരെയാണ്. 1815 മുതൽ 1829 വരെയാണ്. 1815 മുതൽ 1829 വരെ ഇന്ത്യൻ സംസ്ഥാനമായ തിരുവിതാംകൂറിൻ്റെ റീജന്റ് ആയിരുന്നു ആര്? റാണി ഗൗരി പാർവതിബായി. സഹോദരി മഹാറാണി ഗൗരി ലക്ഷ്മി ബായിയുടെ പിൻഗാമിയായാണ് ആര്? റാണി ഗൗരി പാർവതിബായി അധികാരമേറ്റത്. അപ്പോൾ സഹോദരി മഹാറാണി ഗൗരി ലക്ഷ്മി ബായി മരണപ്പെട്ടപ്പോൾ അവരുടെ പിൻഗാമിയായിട്ടാണ് ആര് അധികാരമേറ്റത്? റാണി ഗൗരി പാർവതിബായി. CMS കോളേജും CMS പ്രസ്സും കോട്ടയത്തിൽ ആരംഭിക്കുന്നത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി പാർവതിബായിയുടെ ഭരണകാലത്താണ് CMS കോളേജും CMS പ്രസ്സും കോട്ടയത്ത് ആരംഭിക്കുന്നത്. സ്വാതി തിരുനാളിന് പ്രായം തികയുന്നതുവരെ തിരുവിതാംകൂർ റീജന്റായി ഭരണം നടത്തിയത് ഗൗരി പാർവതിബായി ആയിരുന്നു. സ്വാതി തിരുനാളിന് പ്രായം തികയുന്നതുവരെ തിരുവിതാംകൂറിൽ റീജന്റായി ഭരണം നടത്തിയത് ആരായിരുന്നു? ഗൗരി പാർവതിബായി ആയിരുന്നു. 2, ജാലിയൻ വാലാബാഗ് സംഭവത്തെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ജാലിയൻ വാലാബാഗ് സംഭവത്തെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ജാലിയൻ വാലാബാഗ് സംഭവത്തെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ് ഈ കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയത്. ആരാണ് ഈ കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയതെന്ന് ചോദിച്ചാൽ ജനറൽ ഡയർ, അതായത് ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ് ഈ കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയത്. അപ്പം ജാലിയൻ വാലാബാഗ് സംഭവത്തെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. പിന്നെ ഈ സംഭവം നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണെന്ത് ഈ കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയ ആരാണ് ചോദിച്ചാൽ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ്. ഇങ്ങനെ ആയിരിക്കും വരിക, ജനറൽ ഡയർ എന്നായിരിക്കും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാനുണ്ടായ കാരണം എന്താണ്? ഈ കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാനുണ്ടായ കാരണം 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. റൗലറ്റ് ആക്ട് എന്ന പാസാക്കിയതെന്ന് ചോദിച്ചാൽ 1919 റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കിയത്. വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കലടിക്കാനും ഈ നിയമം ഗവൺമെന്റ് അധികാരം നൽകി. അതായത് വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കലടിക്കാനും ഈ നിയമം എന്തേത് അധികാരം നൽകി. അപ്പോൾ റൗലറ്റ് നിയമം എന്നാണ്? 1919 ജാലിയൻ റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ജാനുവരി 13.
അപ്പോൾ റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗ് നടന്നത് ഒരേ വർഷമാണ്, 1919. ഇതിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ എന്ന സ്ഥാനം ഉപേക്ഷിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ബോംബെ, ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നടന്ന കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്നതായിരുന്നു മുഖ്യ അജണ്ട. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗിൽ പിടഞ്ഞു മരിച്ച ധീര രക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും ഓർമ്മക്കായി 1963 എവിടെ പഞ്ചാബിൽ അമൃത്സറിൽ ഒരു സ്മാരകം നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ജാലിയൻ വാലാബാഗിൽ പിടഞ്ഞു മരിച്ച ധീര രക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും ഓർമ്മക്കായിട്ട് 1963 എവിടെ പഞ്ചാബിലെ അമൃത്സറിൽ ഒരു സ്മാരകം നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് സംഭവത്തെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ വിൻസ്റ്റൺ ചർച്ചിലാണ്. പിന്നെ ആരാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നടക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസ്സാക്കിയതാണ്. അടുത്തത് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് പദവിയാണ് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ സർ എന്ന സ്ഥാനമാണ് അദ്ദേഹം ഉപേക്ഷിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ആരാന്ന് ചോദിച്ചാൽ ഹണ്ടർ കമ്മീഷനാണ്. ഇനി ജാലിയൻ വാലാബാഗിൽ പിടഞ്ഞു മരിച്ച ധീര രക്തസാക്ഷികളും പരിക്കേറ്റവരും ഓർമ്മക്കായി പഞ്ചാബിൽ അമൃത്സറിൽ സ്മാരകം എന്നാണ് നിർമ്മിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ 1963. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നമ്മൾ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ. ഇനി അടുത്തത് 3, കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടം. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സൺയാത് സെൻ. 5, കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ ഒരു ബോംബ് കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ എവിടെ നടന്നു ചോദിച്ചാൽ കേരളത്തിലാണ് നടന്നത് കേട്ടോ. കേരളത്തിൽ നടന്നൊരു ബോംബ് കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. സമരക്കാർ ചേമാഞ്ചേരി സബ് രജിസ്റ്റർ ഓഫീസും തിരുവണ്ണൂർ റെയിൽവേ സ്റ്റേഷനും കൊല്ലത്തൂർ കുന്നത്തറ അംശ കച്ചേരിയും അഗ്നിക്കിരയാക്കുകയും ഉള്ളിയേരി പാലം തകർക്കുകയും ടെലഗ്രാഫ് ലൈൻ മുറിച്ചു മാറ്റുകയും ചെയ്തു. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ഗാന്ധിജി ആരംഭിച്ച ബഹുജന നിസ്സഹകരണ പ്രസ്ഥാനവുമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നാ നടന്നു ചോദിച്ചാൽ 1942. ഇനി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. രാജ്യത്ത് സാമ്പത്തിക വികസനത്തിന് ആസൂത്രിതമായ സമീപനത്തിനായി ആദ്യമായി വാദിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എം വിശ്വേശ്വരയ്യാണ്. അപ്പം രാജ്യത്ത് സാമ്പത്തിക വികസനത്തിന് ആസൂത്രിതമായ ഒരു സമീപനത്തിനായി ആദ്യമായി വാദിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർ എം വിശ്വേശ്വരയ്യാണ് കേട്ടോ. ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു എഞ്ചിനീയർ പണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനും ആയിരുന്നു. അപ്പോൾ പ്രസിദ്ധമായ ഒരു പണ്ഡിതനും രസതന്ത്രജ്ഞനും ആയിരുന്നു. 1934 അദ്ദേഹം പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. അദ്ദേഹം 1934 പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു.
അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്നീട് ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെയുള്ള വ്യവസ്ഥാപിത സാമ്പത്തിക ആസൂത്രണത്തിന് അടിത്തറയിട്ടു. അപ്പോൾ 1934 പ്രസിദ്ധീകരിച്ച പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ ആസൂത്രിത വികസനത്തിന്റെ ആവശ്യകതയും മാതൃകയും മുന്നോട്ട് വെച്ചു. അതിനാലാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോണമി പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ പിതാവ്, അപ്പോൾ ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്, അതായത് ഇന്ത്യയിലെ സാമ്പത്തികാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യനാണ്. അദ്ദേഹം 1934 പ്രസിദ്ധീകരിച്ച പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതിയിലൂടെ ആസൂത്രിത വികസനത്തിന്റെ ആവശ്യകതയും മാതൃകയും മുന്നോട്ട് വെച്ചു. അതിനാലാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോണമി പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോണമി പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോണമി പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇനി 7ാമത്തെ, ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇത് സഹായിക്കുന്നു. ഓപ്പറേഷൻ അമൃത് എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. അപ്പോൾ ഡോക്ടർമാരുടെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഒരു നിശബ്ദ മഹാമാരിയായി വിശേഷിപ്പിച്ച ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ലോകാരോഗ്യ സംഘടന ഒരു നിശബ്ദ മഹാമാരിയായി വിശേഷിപ്പിച്ച ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. ഈ 8ാമത്തെ, അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 1955 അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 17ാം വകുപ്പ് അയിത്തം നിർത്തലാക്കുകയും അത് ഏതെങ്കിലും രൂപത്തിൽ ആചരിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന 17ാം വകുപ്പാണ് അയിത്തം നിർത്തലാക്കുകയും അത് ഏതെങ്കിലും രൂപത്തിൽ ആചരിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ എന്ത് പ്രാബല്യത്തിൽ വന്നു? അയിത്തം നിർത്തലാക്കൽ 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ ഇത് പ്രാബല്യത്തിൽ വന്നു. അപ്പം അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. ഈ വകുപ്പ് നടപ്പാക്കുന്നതിനായി 1955 പാർലമെന്റ് അയിത്തം നിയമം 1950 അൺടച്ചബിലിറ്റി പാസാക്കി. ഈ നിയമം 1976 പൗരാവകാശ സംരക്ഷണ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും കൂടാതെ ശക്തമാക്കുകയും ചെയ്തു. 9. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം N.A. പാൽക്കിവാല. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? N.A. പാൽക്കിവാല. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന്, അതായത് ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? N.A. പാൽക്കിവാലയാണ്. അത് ആണ്. ഇദ്ദേഹം ഒരു പ്രശസ്തനായ ഇന്ത്യൻ നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമായിരുന്നു. ഇദ്ദേഹം ആരാണ്? പ്രശസ്തനായ ഒരു ഇന്ത്യൻ നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമായിരുന്നു. നിർഭയനും പ്രബുദ്ധനുമായ ഒരു അഭിഭാഷകൻ, ഭരണഘടനാ വിദഗ്ധൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, പൊതുപ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ജ്ഞാനി അർദേഷിർ പാൽക്കിവാല. എൻ്റെ ഫുൾ ഫോമാണ് കേട്ടോ. എൻ്റെ ഫുൾ ഫോമാണ് ജ്ഞാനി അർദേഷിൽ പാൽക്കിവാല. 1920 to 2002 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ എന്ന ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന് പ്രധാന പങ്ക് വലുതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ഘടന മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന് പ്രധാന ഒരു പങ്കുണ്ട്. നിർഭയനും
നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. ഓക്കെ. വാർഷിക ബജറ്റ് പ്രസംഗങ്ങൾ. ഓരോ വർഷവും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ശേഷം അദ്ദേഹം മുംബൈയിൽ നടത്തിയിരുന്ന പൊതുപ്രസംഗങ്ങൾ വളരെ പ്രശസ്തനായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടിയിരുന്നത്. പിന്നെ ഒരു പൊതുപ്രഭാഷകനായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ സംസാരശേഷിക്ക് ചെറിയ തടസ്സമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുപ്രഭാഷകരിൽ ഒരാളായിരുന്നു ആരെ? N.A. പാൽക്കിവാല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, ഭരണഘടന 1 ഭരണഘടന, 2 സാമ്പത്തിക ശാസ്ത്രം, 3 തത്വചിന്ത എന്നിവയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫേഴ്സ് ആൻഡ് ഡിഫൈൽഡ്, വി ദി നോഷൻ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ ആരാണ്? N.A. പാൽക്കിവാല ഇന്ത്യൻ ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി ഇന്ത്യയിൽ നിരവധി നിയമ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ N.A. പാൽക്കിവാലയുടെ ഓർമ്മക്കായി ഇന്ത്യയിൽ നിരവധി നിയമ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്രസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. 10 ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇസ്രായേൽ ഹമാസ് എന്നാണ് കേട്ടോ. ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ അജയ്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയി ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് എന്നത് 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായപ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചൊരു രക്ഷാദൗത്യമാണ് എന്ത്? ഓപ്പറേഷൻ അജയ്. ഈ ദൗത്യം സാങ്കേതികമായി ഒരു ഒഴിപ്പിക്കൽ ആയിരുന്നില്ല, മറിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്ത് സൗകര്യങ്ങൾ ഒരുക്കുന്നൊരു പ്രത്യേകമന ദൗത്യമായിരുന്നു. ഇതിനായി പ്രത്യേക ചാർട്ടേഴ്സ് വിമാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഓപ്പറേഷൻ അജയ് പ്രഖ്യാപിച്ചത്. ആരാണ് ഓപ്പറേഷൻ അജയ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഓപ്പറേഷൻ അജയ് പ്രഖ്യാപിച്ചത്. അപ്പോൾ 10 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു അല്ലേ. താങ്ക് യു.